സച്ചിയുടെ രേവതിയുടെ ജീവിതത്തിൽ ഇനി അടുത്ത് എന്തൊക്കെ നടക്കാൻ പോകും നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ആവുന്നത് അപ്പോൾ ചന്ദ്ര ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഈ രേവതിയെ കാണുന്നില്ലല്ലോ. നമ്മുടെ സുധി ഹോസ്പിറ്റലിൽ ഇപ്പോഴത്തെ എവിടെ എടി രേവതി എന്ന് പറഞ്ഞിട്ട് കിടന്ന് അലറുകയാണ്. അപ്പോഴേക്ക് വർഷ വരികയാണ് കേട്ടോ. അപ്പൊ വർഷ പറയാണ് രേവതി ചേച്ചി പൂ കൊടുക്കാൻ പോയിട്ടുണ്ടാവും. അപ്പോഴേക്കും ചന്ദ്ര പറയാം, ഓ അവളുടെ സ്വഭാവം മനസ്സിലായില്ലേ? നിങ്ങളല്ലേ പറയുന്നത് ഭയങ്കര ഉത്തരവാദിത്തമുള്ള പക്വതയുള്ള മരുമകളാണ്, കഴിവുള്ള മരുമകളാണ്, തിരിച്ചറിവുള്ള മരുമകളാണെന്ന്. അവളിപ്പോഴേ അവളുടെ സ്വന്തം കാര്യം നോക്കി പോയില്ലേ? എൻ്റെ മകൻ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, അവനുള്ള ടിഫിൻ കൊണ്ടുപോകണമെന്ന് ഒരു ബോധവും അവൾക്കില്ല. അവൾ അവളുടെ കാര്യം നോക്കി അങ്ങ് പോയിരിക്കുകയാണ്. ഒരു ദിവസം പൂ കൊടുത്തില്ലെന്ന് വെച്ചിട്ടേ അവൾ ചത്തൊന്നും പോകത്തില്ലല്ലോ. എന്ത് പറയാനാണ്? ഇവളെ പോലുള്ള ഒരു അസുര വിത്തിനെ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. ഇത് കേട്ടോണ്ട് ശ്രീകാന്ത് വരികയാണ് കേട്ടോ. അമ്മ എന്തിനാ ഏടത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഏടത്തെ അങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാതൊന്നും ചെയ്യൊന്നുമില്ല. പിന്നെ ഇപ്പോൾ അവൾ ചെയ്തിരിക്കുന്നതോടാ ഉത്തരവാദിത്തം ഇല്ലേ? നീ എപ്പോഴും അവൾക്ക് സൈഡ് നിൽക്കും. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എല്ലാവരും ജഡ്ജിമാരെ പോലെ നിൽക്കും. ഇപ്പം അവളുടെ വീട്ടിൽ പോയിരിക്കുന്നുണ്ടോ? എന്നിട്ടേ ശ്രുതിക്ക് നടന്ന കാര്യങ്ങളൊക്കെ ആ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ? എന്നിട്ട് അവൾക്ക് സന്തോഷിക്കാമല്ലോ, എൻ്റെ മോൻ ശ്രുതിക്ക് ഇതൊക്കെ പറ്റിയെന്നുള്ളത്. അവളുടെ മനസ്സിലിരിപ്പേ ഇത്രയേ ഉള്ളൂ. ഇത് കേട്ടത് നമ്മുടെ രവീന്ദ്രൻ പറയാണ്, ചന്ദ്രേ നിന്റെ പ്രസംഗമൊക്കെ തീർത്തോ, അല്ലെങ്കിൽ ഇനി വല്ലതും ഉണ്ടോ? എന്താ നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ വിളിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ. ഇതൊക്കെ എന്താടി തുറന്നു നോക്ക്. തുറന്നു നോക്കുമ്പോഴേ കറിയും ഭക്ഷണവും എല്ലാം രേവതി അവിടെ കരുതി വെച്ചിട്ടുണ്ട്. രേവതി ഇനി എവിടെ പോയി ഞാൻ പറഞ്ഞുതരാം. രേവതി നിന്റെ മകനെ മരുമകളെയും കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അവർക്കുള്ള ടിഫിനുമായിട്ട്. അറിയോ നിനക്ക്? നീ അവളെക്കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി മാത്രം നിന്റെ നാവ് പൊങ്ങുള്ളൂ അല്ലേ? ഇതുകൂടെ കേട്ടതോടുകൂടി നമ്മുടെ ചന്ദ്രയ്ക്ക് ആകെ അങ്ങ് എന്ത് പറയണമെന്ന് പറ്റാത്ത അവസ്ഥയായി. അവള് ശരിയൊന്നുമല്ല എന്നാലും എന്നും പറഞ്ഞിട്ട് പറയാം. വേറൊരു കാര്യം കൂടി നീ കേട്ടോ. ഇന്നലെ നിന്റെ മകനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയപ്പോഴേ കുറച്ച് പൈസ കിട്ടണമായിരുന്നു. ആ പൈസ കിട്ടിയതേ നിന്റെ മരുമകൾ രേവതിയാ. അതുപോലെ നിന്റെ മകന് ഇഷ്ടമില്ലാത്ത നിനക്ക് മക്കളിൽ ഇഷ്ടമില്ലാത്ത സച്ചിയും കൂടെയാണ് കിട്ടിയത്. അപ്പൊ ശ്രീകാന്തും പറയണേ, അത് നേരെ തന്നെയാണ്. എങ്ങോട്ട് പോയെന്ന് പോലും അവൻ്റെ വാക്ക് ചോദിച്ചില്ല. അവനെ അത് എങ്ങനെയോ റെഡിയാക്കിയിട്ടാണ് കിട്ടിയത്. അവനിങ്ങനെയൊക്കെ പറയുന്നത് മോശമാണ് അമ്മയെന്ന് പറയണേ. എന്തെങ്കിലും ഒന്ന് പറയണതിന് മുമ്പ് അവർ അമ്മയ്ക്കൊന്ന് അടുക്കള ചെന്ന് നോക്കായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളെ പറയാനായിട്ടൊന്ന് അനുവദിച്ചൂടെ? അമ്മയ്ക്ക് തോന്നുന്ന പോലെ എന്തെങ്കിലുമൊക്കെ അങ്ങ് വിളിച്ച് പറയണല്ലേ. അപ്പോഴേക്കും വർഷ പറയും, അല്ലെങ്കിൽ രവി ചേച്ചിയെക്കുറിച്ച് പറയുമ്പോൾ അമ്മയ്ക്ക് 100 നാക്കാണ് കുറ്റം പറയാൻ. എന്തായാലും നിന്റെ അമ്മ ഇങ്ങനെ കീ കൊടുത്താ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ. നിർത്തില്ല. എപ്പോഴും രേവതി ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു സ്വഭാവം നിന്റെ അമ്മയ്ക്കുണ്ടല്ലോ. എന്തായാലും നീ ഭക്ഷണം കഴിച്ചിട്ട് വാ. നമുക്കേ പോവാം. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ശ്രീകാന്തിനോട് പറയണം, എടാ നിന്റെ ഭാര്യ വർഷ എന്താടാ പറഞ്ഞത്? ഞാൻ കീ കൊടുക്കുമ്പോഴുള്ള ബൊമ്മയെ പോലെയാണ്. എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അവൾ എന്നോട് നല്ല രീതിയിൽ നാക്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്മേ അമ്മ പറഞ്ഞതിനുള്ള മറുപടി മാത്രമേ അവൾ പറഞ്ഞുള്ളൂ. എപ്പോഴും ഇങ്ങനെ രേവതി കുറ്റം പറയുമ്പോൾ പിന്നെ പറയാൻ തോന്നില്ലേ? അപ്പം അവൾക്കും തോന്നില്ലേ അമ്മേ? നിന്നെക്കുറിച്ച് ആരും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആരെക്കുറിച്ചും കുറ്റം പറയരുത്. നീ എല്ലാവരെ കുറിച്ചും കുറ്റം പറയും. നിന്നെക്കുറിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല. എൻ്റെ പൊന്ന് ചന്ദ്രേ നിന്റെ സ്വഭാവം നീ മാറ്റിക്കോന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രനും പറയണേ. അപ്പോൾ അടുത്ത സച്ചിയും രേവതിയും കാണിക്കാം കേട്ടോ. അപ്പോൾ അവരാണെങ്കിലോ നമ്മുടെ ശ്രുതിയും കാണാൻ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടേ. നിങ്ങളും കഴിക്കേ, ഇത്ര നേരമായിട്ട് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ശ്രുതിക്കും കൊടുക്കാൻ പറഞ്ഞപ്പോൾ ശ്രുതി പറയും, എനിക്കിത് വേണ്ട, ഞാനേ ശ്രുതിയിലെ കണ്ണിൽ കെട്ടഴിച്ചതിന് ശേഷം കഴിച്ചോളാം. ഇന്ന് ഡോക്ടർ കെട്ടഴിക്കുമെന്നല്ലേ പറഞ്ഞത്. ശ്രുതിക്കാണെങ്കിൽ കാഴ്ചശക്തി തിരിച്ചു കിട്ടട്ടെ, എനിക്ക് ആ ഒരു വാർത്ത കേട്ടാൽ മതി, അതിന് ശേഷമേ ഞാൻ ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്ന് പറയണേ. അങ്ങനെയുള്ള ശ്രുതിക്കുള്ള ഭക്ഷണം കൊടുക്കേണ്ട. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ഇടിച്ചു കയറി വരികയാണേ. ചന്ദ്ര, അയ്യോ എൻ്റെ മോനെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോഴേക്കും ശ്രുതി പറയും, അമ്മേ അമ്മയുടെ ഒച്ച കേട്ട് മാത്രമേ അമ്മ എനിക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇനി എൻ്റെ കണ്ണ് ഇതുപോലെ തന്നെ ആയി പോവും അമ്മ എന്തെങ്കിലും ചോദിക്കുകയാണെ. മോനെ നിനക്കൊന്നും പറ്റില്ല, നല്ലവരെ ദൈവം ശിക്ഷിക്കൊന്നുമില്ല, എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും, നീ ധൈര്യമായിട്ടിരിക്കുക എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഡോക്ടർ വന്നിട്ട് കണ്ണിൽ കെട്ടഴിക്കാൻ പോകണമെന്ന് പറയണേ. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് നിന്നിട്ടാണ് കെട്ടഴിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും എല്ലാവരും പുറത്ത് നിൽക്കുകയാണേ. ഒരാളെ അകത്തേക്ക് കയറ്റാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ആരെ കയറ്റണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയാം, എൻ്റെ ഭാര്യയെ കയറ്റിയാൽ മതി എന്ന് പറയാം. അങ്ങനെ സിസ്റ്റർ വന്നിട്ട് പറയാം, അകത്തേക്ക് ഒരാളെ പ്രവേശിക്കുമ്പോൾ ശ്രുതി ഒരാളുടെ പേര് പറയുന്നുണ്ടെന്ന് പറയണേ. ഇത് കേട്ട ചന്ദ്ര പറയാം, എൻ്റെ ആയിരിക്കും, എൻ്റെ പേര് അവൻ പറയുള്ളൂ, എന്നെയാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോഴേക്കും സിസ്റ്റർ പറയും, അയ്യോ അമ്മയല്ല ഭാര്യയാണ് വിളിക്കുന്നതെന്ന് പറയണേ. അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഒരു വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എങ്കിലും ശ്രുതിക്ക് കയറിപ്പോകാനായിട്ട് ഒരു പേടി. കണ്ണ് തുറക്കുമ്പോൾ കെട്ടഴിക്കുമ്പോൾ കണ്ണിന് കാഴ്ചയില്ലെങ്കിലോ എന്നുള്ള ഭയം നമ്മുടെ ശ്രുതിയുടെ ഉള്ളിലുണ്ട് കേട്ടോ. ആ സമയത്ത് എല്ലാവരും ശ്രുതിക്ക് ധൈര്യം കൊടുക്കുകയാണ്. ധൈര്യമായിട്ട് കയറിപ്പോയ്ക്കോ, ഒരു കുഴപ്പവും വരില്ല എന്ന് പറയണം. അങ്ങനെ ശ്രുതി ധൈര്യമായിട്ട് അകത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും പ്രാർത്ഥിക്കുകയാണ് ശ്രുതി, ശ്രുതിക്ക് കാഴ്ചശക്തി കിട്ടണ ദൈവമേന്ന്. എന്നിട്ട് കെട്ടഴിക്കുമ്പോഴോ ഡോക്ടർ പറയാണ്, പ്രശ്നങ്ങളും ഉണ്ടാവാനായിട്ട് യാതൊരു കാര്യമില്ല,
നമുക്ക് നോക്കാം. ഡോക്ടറെ എനിക്ക് എനിക്ക് കണ്ണെന്തോ കാണാൻ പറ്റാത്ത പോലെ ഡോക്ടറെ. നിഴല് പോലെ മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ എന്ന് പറയാണ് കേട്ടോ. ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ സുധിയേ. കുറച്ച് നേരം കഴിയുമ്പോൾ ശരിക്കും കാണാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുകയാണെന്ന് പറയുകയാണേ. അങ്ങനെ മര്യാദയ്ക്ക് കണ്ണ് തുറന്ന് നോക്കാനൊക്കെ പറയുകയാണേ. കണ്ണങ്ങനെ മര്യാദയ്ക്ക് നോക്കുമ്പോൾ ശ്രുതിയെ കാണുകയാണ് ശ്രുതി. ഇത് കണ്ടതോടുകൂടി നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി. ശ്രുതി എനിക്ക് നിന്നെ കാണാൻ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോട് പറയാണ് കേട്ടോ. ഈ സമയത്ത് ശ്രുതി പറയണേ, എൻ്റെ ദൈവങ്ങളെ എന്നെ കൈവിട്ടില്ലല്ലോ, നന്ദി, എൻ്റെ ഭർത്താവിന് കാഴ്ചശക്തി കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും അങ്ങ് സന്തോഷിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയാണ്, എന്തായാലും ശ്രുതി നിങ്ങളുടെ കണ്ണിന് വേറെ വേദനയൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ല, അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല, ശ്രുതി പുറത്തേക്ക് പൊക്കോളൂ എന്ന് പറയാണ്. അങ്ങനെ പുറത്തേക്ക് ചെല്ലുന്ന ശ്രുതി ഭയങ്കരമായിട്ട് കരയാണ്. സന്തോഷം കൊണ്ടാണ് കരയുന്നത്. ചന്ദ്ര അങ്ങ് ടെൻഷൻ അടിച്ച് പോവാണ് കേട്ടോ. എന്താ പറ്റിയത്, എൻ്റെ കണ്ണിന് എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കാനുണ്ട്. ശ്രുതിയുടെ കണ്ണിന് ഒന്നുമില്ല, നന്നായിട്ട് കാണാമെന്ന് പറയണേ. ഇത് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും അങ്ങ് സന്തോഷമാവാണ്. അപ്പോൾ നമ്മുടെ പിന്നെ ചന്ദ്ര പറയാം, നിങ്ങളിവിടെ നിന്ന് കരയുമ്പോഴേക്കും മറ്റെന്തെങ്കിലും ആണോ എന്ന് തന്നെ ഞാൻ വിചാരിച്ചു പോയി. പുറത്താണെങ്കിലോ വീരനെ പോലെ നിന്നോന്ന് മാത്രമേ ഉള്ളൂ, അവനിപ്പോൾ ഒരു കുഴപ്പമില്ല. സന്തോഷമായി, എനിക്ക് എല്ലാവർക്കും സന്തോഷമായെന്ന് പറയാണ്. എല്ലാവരും സമാധാനത്തോടുകൂടി ഇരിക്കണം. അങ്ങനെ ചന്ദ്ര പറയണേ, എന്തായാലും എൻ്റെ മോനും ദൈവം കാത്തല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടി അമ്പലത്തിൽ പോകാം, ഞാൻ എന്തായാലും നേർച്ച നേർന്നെന്ന് പറയാം. അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാം, നമുക്ക് പോവാം എന്ന് പറയാം. പെട്ടെന്ന് രേവതിയുടെ മുഖമാണ്, രേവതി അങ്ങ് മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പം സച്ചി വന്നിട്ട് ചോദിക്കാം, അല്ല രേവതി എന്താ പറ്റിയേ പെട്ടെന്നൊരു മാറ്റം? അതെ, ഞാൻ ആലോചിക്കുകയായിരുന്നു ആദിയുടെ കാര്യത്തിൽ. ആദിയുടെ അച്ഛനായിരിക്കും സുധി എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ സുധിക്ക് അവനും ഇതുപോലെ അടി കൊണ്ടില്ലേ, കണ്ണിന് കാഴ്ച പോയേക്കാം എന്നിങ്ങനെ പറഞ്ഞിരുന്നില്ലേ, അതുപോലെ തന്നെയാണല്ലോ നമ്മുടെ സുധിക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ സച്ചി പറയാം, ആ അത് ശരിയാണ്, അച്ഛനും മകനും ഒരുപോലെ സംഭവം ഉണ്ടായി എന്നല്ലേ നീ ഉദ്ദേശിക്കുന്നത്? അതെ അതെ, എനിക്കെന്തോ ഇപ്പോൾ കുറച്ചുകൂടി വിശ്വാസമായിരിക്കും ആദ്യ തന്നെയായിരിക്കും. അല്ല, ആദിയുടെ അച്ഛൻ ശ്രുതി തന്നെയായിരിക്കും. ശ്രുതി പാവമല്ലേ, അല്ലെങ്കിൽ ഭർത്താവിന് കണ്ണ് വരെ കൊടുത്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ ശ്രുതി. ശ്രുതി ചതിക്കുന്നത് അവൾക്ക് അറിയില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. ആര് പാവം? ആ പിന്നെ പാർലറമ്മ പാവോ? അത് നിനക്ക് പലതും തോന്നും. പിന്നെ നിനക്ക് അവരെ ശരിക്കും അറിയാഞ്ഞിട്ടാണ്. സംശയം മാത്രമല്ലല്ലോ, സത്യാവസ്ഥ നമുക്കും അറിയില്ലല്ലോ. എന്തായാലും ആ ഒരു സംശയം സ്ഥിരീകരിക്കാനായിട്ട് സമയമൊന്നും ആയിട്ടില്ല, നമുക്ക് കുറച്ചുകൂടി ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യമുണ്ട്. ഇവനെന്തായാലും വീട്ടിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പറയാൻ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാവർക്കും ഒത്തിരി അധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡ് ഇതിൻ്റെ ബാക്കി എപ്പിസോഡായിരിക്കും ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അത്രയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. ശരിക്കും ഇവർ തെറ്റിദ്ധരിക്കുന്നതൊക്കെ അറിയുമോ എന്നറിയില്ല. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന റിവ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി വരും എപ്പിസോഡിനും അതുപോലെ ഇതിനിടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളുടെയും പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.